ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഞാനെന്നുള്ള തമിഴ്നാട് കോയമ്പത്തൂരുള്ള BSD കോളേജിന്റെ ഫ്രണ്ട് പോർഷനിലാണ് ഞാൻ നിൽക്കുന്നത്. +2 കഴിഞ്ഞിട്ട് പാരാമെഡിക്കൽ കോഴ്സ് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഈ ഒരു കോളേജ് എന്ന് പറയുന്നത്. MIT, MLT, OT and AT, കാർഡിയാക് ടെക്നോളജി എന്നിങ്ങനെ നിരവധി കോഴ്സുകളാണ് ഈ ഒരു ക്യാമ്പസിൽ അവൈലബിൾ ആയിട്ടുള്ള. ലാബ് ഫെസിലിറ്റീസ്, ഇന്റേൺഷിപ്പ്, പ്ലേസ്മെന്റ് എന്നിങ്ങനെയുള്ള മറ്റ് സൗകര്യങ്ങളും ഫാക്കൽറ്റീസ് അതത് രീതിയിൽ തന്നെ സ്റ്റുഡൻസിന് വേണ്ടി അലോട്ട് ചെയ്തിട്ടുണ്ട്. ഓൺ ഹോസ്പിറ്റലിലാണ് ഇവരുടെ ഇന്റേൺഷിപ്പ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്ലേസ്മെന്റ് ആണെന്നെങ്കിലും 100% അഷുറൻസ് ആണ് ഇവർക്ക് കൊടുക്കുന്നത്. ഈ ഒരു ക്യാമ്പസിന്റെ നിയർ ബൈ തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസും ഇവർക്ക് അത്രയും അവൈലബിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആണ് ഈ ഒരു ക്യാമ്പസിൽ ഉള്ളത്. അപ്പൊ ഇത്രയും ഫെസിലിറ്റീസ് അടങ്ങിയ ഈ ഒരു ക്യാമ്പസ് നമുക്കൊന്ന് കണ്ടാലോ? അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഗ്രൗണ്ട് പോർഷൻ ആണ്. നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ, കോളേജിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവരുടെ ഗ്രൗണ്ട് പോർഷൻ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ് ഈ രണ്ട് സൈഡുകളിൽ മരങ്ങളൊക്കെ ആയിട്ട് ഒരു വാക്ക് വേ പോലെ നമുക്കിവിടെ ഉണ്ട് ഈ കോളേജിൽ. ഇനി നമ്മൾ കാണുന്നത് വെച്ചാൽ ഇവരുടെ മെൻസ് ഹോസ്റ്റലാണ്. അതായത് ഇവർക്ക് സെപ്പറേറ്റ്, ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, സെപ്പറേറ്റ് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആണ് ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ്. അപ്പോൾ നമ്മൾ ഈ ഗ്രൗണ്ട് പോർഷൻ, നമ്മൾ എൻട്രി കയറി വരുന്ന ഇതിൽ തന്നെ ഗ്രൗണ്ട് പോർഷൻ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മെൻസ് ഹോസ്റ്റൽ തന്നെയാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസും അല്ലെങ്കിൽ ഇവിടുത്തെ ഓരോ സെക്ഷൻസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളതും ഇവിടെ നമുക്കൊരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ മെൻസ് ബോയ്സ് ഹോസ്റ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പോകുന്നത് നമ്മുടെ കോളേജിന്റെ സൈഡിലേക്കാണ്. അതായത് മെയിൻ ബിൽഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. പാരാമെഡിക്കൽ ഫീൽഡിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് ഓഫ്കോഴ്സ് BSD കോളേജ് തന്നെയാണ്. കാരണം ഇവിടെ അത്രയും നല്ല രീതിക്ക് തന്നെയാണ് സ്റ്റുഡൻസിനെ ഇവര് പ്രൊമോട്ട് ചെയ്യുന്നതും എല്ലാ ഫെസിലിറ്റി. ഇതാണ് കേട്ടോ മെയിൻ എൻട്രൻസ് വരുന്നത് ഇത് തന്നെയാണ്. അപ്പൊ അത്രയും ഒരു ഫെസിലിറ്റീസ്, ഇപ്പം ഇവൻ ഇന്റേൺഷിപ്പിനായാലും ലാബിനായാലും അതിനിപ്പോ ഓരോ സെക്ഷൻസിന്, ഇപ്പം പാരാമെഡിക്കലിൽ തന്നെ ഡിഫറെന്റ് കോഴ്സിന് ഡിഫറെന്റ് നമുക്ക് ലാബ് സെക്ഷനും അതുപോലെ ഇന്റേൺഷിപ്പ് ഒക്കെ വേണ്ടി വരും. അപ്പൊ ഇതാണ് നേരത്തെ നമ്മൾ കണ്ടില്ലേ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്, BSDയുടെ മെയിൻ എൻട്രൻസ്. ഇതുവഴി ഇങ്ങനെയാണ് ക്ലാസ്സിൽ കയറുന്നത്. ഇപ്പൊ ക്ലാസ് സെക്ഷൻ വരുന്നത്, ഇപ്പൊ ഇവിടെ ഓൾറെഡി സ്റ്റുഡൻസിന്റെ ക്ലാസ് നടക്കുകയാണ്. നമ്മൾ സ്റ്റുഡൻസുമായിട്ട് നമ്മൾ ത്രൂ അഡ്മിഷൻ എടുത്ത് ഒരുപാട് സ്റ്റുഡൻസിനെ നമ്മൾ മീറ്റ് ചെയ്യാനായിട്ട് വന്നതാണ്. കയറുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ നൽകുന്ന ഒരു കോളേജ് തന്നെയാണ്. അങ്ങോട്ടാണ് ക്ലാസ് സെക്ഷൻ ഒക്കെ വരുന്നത്. ദെൻ ഇങ്ങോട്ട് വരുന്നത് ലാബ് സെക്ഷൻസ് ഒക്കെയാണ് വരുന്നത്. നമുക്ക് ഇപ്പൊ മുകളിലത്തെ ഇതിലും ക്ലാസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ലാബ് സെക്ഷൻ ആണ് കേട്ടോ. ഇപ്പോ കറന്റ് സ്റ്റുഡൻസ് ഇപ്പൊ ഇവിടുന്ന് ലാബ് കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ്. ഇത്രയും ഫെസിലിറ്റീസ് ഒക്കെയാണ് ഇവർക്ക് ഓരോ സ്റ്റുഡൻസിന് കൊടുക്കുന്നത്. ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസിന് അത്രയും ഫെസിലിറ്റീസ് കൊടുത്തിട്ട് തന്നെയാണ് ഇവര് സ്റ്റുഡൻസിനെ ഓരോ രീതിയിലും ക്ലാസ് ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പൊ ക്യാമ്പസിന്റെ ഓവർവ്യൂ നമ്മൾ കണ്ടു കഴിഞ്ഞല്ലേ. ഇവിടെ ഓരോ ഡിപ്പാർട്ട്മെന്റിനായാലും അതത് ഫെസിലിറ്റീസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫാക്കൽറ്റീസ് ഒക്കെ അത്രയും സപ്പോർട്ടീവ് ആണ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു കോളേജിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ, പാരാമെഡിക്കൽ കോഴ്സിനെ കുറിച്ചുള്ള വിവരങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ ഡു കോൺടാക്ട് വിത്ത് EBS എഡ്യൂക്കേഷൻ.